ബി.ജെ.പിക്ക് ഇരുട്ടടി സമ്മാനിച്ച് കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ബി.ജെ.പി നേതാവ് നിന്ന നിൽപ്പിൽ ബി.ജെ.പി എന്ന പാർട്ടി വിട്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നണിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിത തിരിച്ചടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ബി.ജെ.പിക്ക് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുംതോറും ബി.ജെ.പിയുടെ കോട്ടകൾ പൊളിഞ്ഞു തുടങ്ങുന്നു എന്ന് പല മുതിർന്ന നേതാക്കളും ആ പാർട്ടി വിടുന്നതിലൂടെ വ്യക്തമാക്കുകയാണ്. ജാതി സെൻസസ് അടക്കം നടത്തുമെന്ന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ കൂടി മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിലാണ് ഗോത്രവർഗക്കാർക്ക് വേണ്ടി പണിയെടുക്കാൻ തന്നെ ഈ പാർട്ടി സമ്മതിച്ചില്ല എന്ന് ഒരു കേന്ദ്രമന്ത്രി തുറന്നു പറഞ്ഞുകൊണ്ട് ആ പാർട്ടി വിടുന്നത് എന്നോർക്കണം. പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായി കിട്ടിയ വീരപരിവേഷം മോദിയും കേന്ദ്രവുമൊക്കെ തിരഞ്ഞ് യാത്ര നടത്തി രാജ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രിയായിരുന്ന ജോൺ ബിർള രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുന്നത്. ഇത് തീർത്തും കേന്ദ്രത്തിനും ബി.ജെ.പിക്കും കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. അതായത് ഗോത്രവർഗക്കാർക്കായി പ്രവർത്തിക്കാൻ ബി.ജെ.പി നേതൃത്വം അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോൺ ബിർള എന്ന മുൻ കേന്ദ്രമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുന്നത്. 2019 പശ്ചിമ ബംഗാളിലെ അലിപുർദുവാർഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ബിർള കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ബിർള ബി.ജെ.പിയുമായി ഇടഞ്ഞതാണ്. ബിർളയെ വെട്ടി മനോജ് ടിഖയെയായിരുന്നു ബി.ജെ.പി അലിപുർദുവാസ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്. ഞാൻ ബി.ജെ.പിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഗോത്ര വിഭാഗക്കാരുടെ പുരോഗമനത്തിനായി പ്രവർത്തിക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഗോത്ര ജനതയ്ക്ക് നീതി നൽകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ശേഷം ജോൺ ബിർള പ്രതികരിച്ചതാണിത്. അതുമാത്രവുമല്ല, ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലെ സ്ഥിതിഗതികളും അതൃപ്തി പരസ്യപ്പെടുത്തിക്കൊണ്ട് മുതിർന്ന ബി.ജെ.പി നേതാക്കളടക്കം കോൺഗ്രസിന് കൈ കൊടുത്തതും ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ജോൺ ബിർളയുടെ പാർട്ടി മാറൽ.